നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ലാറ്റിൻ അമേരിക്കയിലെ സോഷ്യലിസ്റ്റ് കരുത്തായ വെനസ്വേലയുടെ വിഭവങ്ങൾ ലക്ഷ്യമിട്ട് വീണ്ടും അമേരിക്കൻ കരുനീക്കങ്ങൾ സജീവമാകുന്നു. വെനസ്വേലൻ എണ്ണക്കപ്പലുകൾക്ക് അമേരിക്കൻ ഉപരോധം ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ തങ്ങളുടെ കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാൻ നാവികസേനയോട് പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ ഉത്തരവിട്ടിരിക്കുകയാണ്. മയക്കുമരുന്ന് വേട്ട എന്ന പേരിൽ നടത്തുന്ന റെയ്ഡുകൾ യഥാർത്ഥത്തിൽ വെനസ്വേലൻ എണ്ണ സമ്പത്ത് പിടിച്ചെടുക്കാനുള്ള അമേരിക്കയുടെ തന്ത്രമാണ് എന്ന സംശയം ഇതോടെ ശക്തമായിട്ടുണ്ട്. ഇതിനിടയിലാണ് ട്രംപ് ഭരണകൂടം അമേരിക്കൻ എണ്ണ കമ്പനികളെ വീണ്ടും വെനസ്വേലയിൽ എത്തിക്കാൻ രഹസ്യ ചർച്ചകൾ നടത്തുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നത്. വിദേശാധിപത്യത്തെ കെട്ടുകെട്ടിച്ച വെനസ്വേലൻ മണ്ണിലേക്ക് വീണ്ടും ചൂഷണത്തിന്റെ പഴയകാലം തിരിച്ചു കൊണ്ടുവരാനാണോ അമേരിക്കയുടെ ശ്രമം? വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയ്ക്ക് രാജ്യം വിട്ടുപോകാനുള്ള അന്ത്യശാസ്ത്രം നൽകിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. നിങ്ങളെയും ഏറ്റവും അടുപ്പമുള്ളവരെയും സംരക്ഷിക്കാൻ ആകെയുള്ള മാർഗം രാജ്യം വിടുകയാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് നിക്കോളാസ് മഡുറോയോട് ഫോൺ കോളിൽ വിശദമാക്കിയതായാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. മഡുറോ രാജ്യം വിടാൻ സന്നദ്ധത പ്രകടിപ്പിച്ചാൽ അമേരിക്ക മഡുറോയ്ക്കും ഭാര്യയ്ക്കും മകനും വെനസ്വേല വിടാനുള്ള സുരക്ഷിത പാതയൊരുക്കുമെന്നുമാണ് അമേരിക്ക ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുള്ളത്. മഡുറോയോട് ഏറ്റവും അടുപ്പമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കും രക്ഷാമാർഗം അമേരിക്ക വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിക്കോളാസ് മഡുറോ ഭരണകൂടത്തെ അട്ടിമറിച്ചതിനു ശേഷമുള്ള വെനസ്വേലയിൽ അമേരിക്കൻ എണ്ണ ഭീമന്മാർക്ക് വലിയ പങ്കുണ്ടാകുമെന്ന് ട്രംപ് ഭരണകൂടം വിഭാവനം ചെയ്യുന്നതായി പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നു. മഡുറോ അധികാരത്തിൽ നിന്ന് പുറത്തുപോയാൽ വെനസ്വേലയിലേക്ക് മടങ്ങാൻ താൽപ്പര്യമുണ്ടോ എന്ന് അമേരിക്കൻ എണ്ണ കമ്പനികളോട് അമേരിക്ക സ്വകാര്യമായി ചോദിച്ചതായാണ് വിവരം. രാഷ്ട്രീയ അസ്ഥിരതയും വെനസ്വേലൻ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾ ദേശസാൽക്കരിക്കപ്പെട്ടതും ചൂണ്ടിക്കാട്ടി കമ്പനികൾ നിലവിൽ ഇതിനോട് വിമുഖത കാട്ടുന്നുണ്ട്. എങ്കിലും മഡുറോയെ വീഴ്ത്തി വിപണി പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് അമേരിക്ക പിന്നോട്ടു പോയിട്ടില്ല. വെനസ്വേലയിലെ ജനകീയ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയെ നിയോഗിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ സോഷ്യലിസ്റ്റ് പാർട്ടി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നീക്കം എന്നാണ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. വെനസ്വേലയിലെ തടവറകളിൽ നിന്നും കുറ്റവാളികളെ US-ലേക്ക് തുറന്നുവിടുന്നു, ലഹരിമരുന്ന് കടത്തുന്നു എന്നീ ആരോപണങ്ങൾ പുകമറയാക്കിയാണ് അട്ടിമറി നീക്കം. വെനസ്വേലയെ അമേരിക്ക ആക്രമിക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായതിന് പിന്നാലെ 10-ലേറെ യുദ്ധക്കപ്പലുകളാണ് കരീബിയൻ തീരത്ത് അമേരിക്ക സജ്ജമാക്കി നിർത്തിയിരിക്കുന്നത്. ഇതിൽ അമേരിക്കയിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡും കരീബിയൻ തീരത്തുണ്ട്. കരയിൽ നിന്നും സമുദ്രത്തിൽ നിന്നും ഒരുപോലെ അധിനിവേശം സാധ്യമാകുന്ന മറൈൻ സേനയും തീരത്തുണ്ട്. അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് എത്തുന്നത് ഏത് രീതിയിലും പ്രതിരോധിക്കുകയാണ് കരീബിയൻ തീരത്തുള്ള സേനയുടെ ദൗത്യം എന്നാണ് നിലവിൽ പുറത്തുവരുന്ന സൂചന. തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കുകയാണ് സേനയുടെ ദൗത്യമെന്നാണ് നാവികസേനാ സെക്രട്ടറി ജോൺ ഫെലാൻ ഫോക്സ് ന്യൂസിനോട് ശനിയാഴ്ച പ്രതികരിച്ചത്. അതുതന്നെയാണ് തങ്ങൾ ചെയ്യുന്നതെന്നും ജോൺ ഫെലാൻ കൂട്ടിച്ചേർത്തു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അമേരിക്കക്കാരേക്കാൾ കൂടുതൽ പൗരന്മാരാണ് മയക്കുമരുന്ന് ഉപയോഗം മൂലം കൊല്ലപ്പെടുന്നത്. അതിനാൽ തന്നെ ഇതിന് അവസാനം വരുത്തേണ്ട സമയമായി എന്നും ജോൺ ഫെലാൻ വിശദമാക്കുന്നു. ലഹരിമരുന്നുമായി വെനസ്വേലയുടെ തീരത്തുനിന്ന് കപ്പലുകൾ പുറപ്പെടുന്നതിന് വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ ഒത്താശ ചെയ്യുന്നു എന്നാണ് അമേരിക്കയുടെ ആരോപണം. വെർജീനിയ ആസ്ഥാനമായുള്ള വ്യോമതാവളത്തിൽ നിന്നുള്ള 70-ലേറെ യുദ്ധവിമാനങ്ങളും കരീബിയൻ തീരത്തുണ്ട്. ട്രംപിന്റെ നീക്കം യുദ്ധക്കൊതി ഉളവാക്കുന്നതും അത്യന്തം അതിരുവിട്ടതുമാണെന്നാണ് വെനസ്വേല പ്രതികരിച്ചത്. അന്താരാഷ്ട്ര നിയമത്തിന്റെയും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെയും വളരെ ഗൗരവമായ ലംഘനമാണ്. ഇത്തരം നടപടികൾ വെനസ്വേലയുടെ പരമാധികാരത്തിന് ഭീഷണിയാകുക മാത്രമല്ല, ലാറ്റിൻ അമേരിക്കയോട് ആകെയുള്ള അമേരിക്കയുടെ വിദേശ നയത്തിലെ അപകടകരമായ മനോഭാവവുമാണ് തെളിയിക്കുന്നതെന്നും വെനസ്വേല ചൂണ്ടിക്കാട്ടി. അട്ടിമറി കൊണ്ട് വെനസ്വേലയിൽ അധികാരം പിടിക്കാമെന്ന് ട്രംപ് സ്വപ്നം കാണേണ്ടെന്ന് വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ പ്രതികരിച്ചു. രാജ്യത്തിന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കും, ഏത് ആക്രമണത്തെയും ചെറുക്കാൻ രാഷ്ട്രം സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ കമ്പനികൾ വെനസ്വേലയിലേക്ക് പ്രവേശിക്കണമെന്ന് ട്രംപ് ആഗ്രഹിക്കുമ്പോൾ 1 നൂറ്റാണ്ട് മുമ്പ് അവിടെ നടന്നത് എന്താണെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വസ്തുതയുണ്ട്. 1914 എണ്ണ നിക്ഷേപം കണ്ടെത്തിയതു മുതൽ സ്റ്റാൻഡേർഡ് ഓയിൽ, ഇന്നത്തെ എക്സോൺ മൊബിൽ, ഗൾഫ് ഓയിൽ തുടങ്ങിയ അമേരിക്കൻ കമ്പനികൾ വെനസ്വേലയെ തങ്ങളുടെ കറവപ്പശുവായി മാറ്റിയിരുന്നു. 1930ഓടെ വെനസ്വേലയിലെ എണ്ണ ഉൽപാദനത്തിന്റെ 98% നിയന്ത്രിച്ചിരുന്നത് ഈ വിദേശ കമ്പനികളായിരുന്നു. വെനസ്വേലയിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന എണ്ണയുടെ ലാഭം മുഴുവൻ അമേരിക്കയിലേക്ക് പോയി. പ്രാദേശിക വികസനത്തിനോ ജനങ്ങളുടെ ക്ഷേമത്തിനോ വേണ്ടി 1 രൂപ പോലും പുനർനിക്ഷേപം നടത്താൻ ഈ കമ്പനികൾ തയ്യാറായില്ല. എന്നാൽ
അമേരിക്കൻ കമ്പനികളുടെ ലാഭക്കൊതി വെനസ്വേലൻ ജനതയ്ക്ക് സമ്മാനിച്ചത് ദുരിതങ്ങൾ മാത്രമായിരുന്നു. വ്യാപകമായ എണ്ണ ഖനനം മൂലം ജലസ്രോതസ്സുകൾ തന്നെ മലിനമായി തീർന്നു. ഇത് അവിടുത്തെ പരമ്പരാഗത കാർഷിക മത്സ്യബന്ധന സമൂഹങ്ങളെയെല്ലാം തകർത്തു. 1920കളിലും 30കളിലും തദ്ദേശീയ ജനവിഭാഗങ്ങൾ ഇതിനെതിരെ ശക്തമായ പരാതികൾ ഉന്നയിച്ചിരുന്നു. തൊഴിലാളികൾക്ക് മാന്യമായ വേതനമോ തൊഴിൽ സുരക്ഷയോ നൽകാൻ കമ്പനികൾ കൂട്ടാക്കിയില്ല. സ്വേച്ഛാധിപതിയായ ജുമാൻ ഗോമസിന്റെ സഹായത്തോടെ കുറഞ്ഞ നികുതിയിലും വൻ ഭൂമി ഇളവുകളിലും കമ്പനികൾ വെനസ്വേലയെ കൊള്ളയടിച്ചു. വിദേശ കമ്പനികളുടെ ഈ പകൽക്കൊള്ളയ്ക്ക് അന്ത്യം കുറിച്ചത് വെനസ്വേലയിലെ സോഷ്യലിസ്റ്റ് പോരാട്ടങ്ങളാണ്. 1976-ൽ എണ്ണ ദേശസാൽക്കരണത്തിന് തുടക്കമിട്ടു എങ്കിലും സോഷ്യലിസ്റ്റ് നേതാവ് ഹ്യൂഗോ ഷാവേസിന്റെ കാലത്താണ് അത് പൂർണ്ണതയിലെത്തിയത്. 2007 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ ഷാവേസ് വിദേശ കമ്പനികളുമായുള്ള കരാറുകൾ റദ്ദാക്കി. വെനസ്വേലൻ വിഭവങ്ങൾ വെനസ്വേലക്കാർക്ക് തന്നെ അവകാശപ്പെട്ടതാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. എക്സോൺ മൊബിൽ, കോണോക്കോ ഫിലിപ്സ് തുടങ്ങിയ ഭീമന്മാരെ രാജ്യം പുറത്താക്കി. നഷ്ടപരിഹാരത്തിന്റെ പേരിൽ കോടിക്കണക്കിന് ഡോളറിന്റെ കേസ് ഫയൽ ചെയ്തുവെങ്കിലും തങ്ങളുടെ പരമാധികാര അവകാശത്തിൽ നിന്ന് പിന്മാറാൻ വെനസ്വേല തയ്യാറായില്ല. ചുരുക്കത്തിൽ ഷാവേസ് കൊളുത്തിയ വിപ്ലവത്തിന്റെ കനൽ നെഞ്ചിലേറ്റുന്ന മഡുറോ ഭരണകൂടം ഇന്നും അമേരിക്കൻ അധിനിവേശത്തിന് മുന്നിൽ മുട്ടുമടക്കിയിട്ടില്ല. അമേരിക്കൻ കമ്പനികൾക്ക് വെനസ്വേലയുടെ എണ്ണ സമ്പത്ത് കൊള്ളയടിക്കാൻ അനുവദിച്ച പഴയകാലം ഇനി തിരിച്ചു വരില്ല എന്ന ഉറച്ച നിലപാടിലാണ് അവർ. ഉപരോധങ്ങളിലൂടെ വെനസ്വേലയെ ശ്വാസം മുട്ടിക്കാൻ നോക്കുന്ന അമേരിക്കൻ നീക്കങ്ങളെ നാവികസേനയെ ഇറക്കി പ്രതിരോധിക്കുന്നതിലൂടെ തങ്ങളുടെ വിഭവങ്ങൾ സംരക്ഷിക്കാനുള്ള സോഷ്യലിസ്റ്റ് രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യമാണ് വെളിപ്പെടുന്നത്. അമേരിക്കയുടെ ലക്ഷ്യം വെറും എണ്ണയല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ അടിച്ചമർത്തുക എന്നതാണെന്ന് ലോകം തിരിച്ചറിയുന്നുണ്ട് എന്നതാണ് മറച്ചുവെക്കാൻ കഴിയാത്ത മറ്റൊരു യാഥാർത്ഥ്യം.